ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വറുത്തരച്ച മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര 1/2 കിലോ, അത് മീഡിയം സൈസ് പീസുകളായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മീഡിയം സൈസ് തക്കാളി, ആവശ്യത്തിന് വേപ്പില, ഒരു മുറി തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് ഉള്ളി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളകാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പെരിഞ്ചീരകം, കുറച്ചല്ലി വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 3-4 അല്ലി മതിയാകും. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ആദ്യം തന്നെ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതിനായി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം മാത്രം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗണിഷ് യെല്ലോ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നല്ല ബ്രൗണിഷ് യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത്, കാരണം അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതോടെ നമ്മുടെ പൊടികളെല്ലാം ആഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ആറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മിക്സ് ആഡ് എല്ലാം ചെയ്തത് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്ത് നല്ല ഫൈൻ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായി ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഉള്ളിയിട്ടതിന് ശേഷം നമ്മൾ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല റെഡ് കളർ ആകുന്നത് വരെയും ഇത് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാം ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിലേക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വാടി വരണം. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് കുടംപുളി. അത് ഞാൻ ഇൻഗ്രീഡിയൻറ്റിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും കുടംപുളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി തിളക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായി തിളച്ച് പറ്റുന്നത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് മീനിടാൻ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മീനിൻ്റെ പീസുകളായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂരയുടെ പീസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കറി ഒന്ന് നന്നായി തിളക്കണം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചാറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്.
ഇപ്പോൾ നമുക്ക് കാണാം അരപ്പൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂരക്കറി നല്ല റെഡി ആയിരിക്കുകയാണ്. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായി തൂക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചൂരക്കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. താങ്ക് യു.